മരം മുറിക്കുന്നതിനിടെ വീണ നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പിലായ നിർധന യുവാവ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ഇടുക്കി ചെമ്പകപ്പാറ വെളുത്തപ്പാറയ്ക്കൽ ബിജുവാണ് അപകടത്തെ തുടർന്ന് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സ്വന്തം പുരയിടത്തിലെ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെയാണ് ഇടുക്കി ചെമ്പകപ്പാറ വെളുത്തപ്പാറയ്ക്കൽ ബിജുവിന് അപകടമുണ്ടായത്. മുറിച്ചിട്ട ശിഖരം താഴേക്ക് വലിച്ചിടുമ്പോൾ മരക്കൊമ്പ് വന്ന് ശരീരത്തിൽ പതിക്കുകയായിരുന്നു. വീഴ്ചയിൽ നട്ടലിന് ക്ഷതമേറ്റ് ഇരുകാലുകളുടെയും ബലം നഷ്ടപ്പെട്ട് കിടപ്പിലുമായി. പാറേമാവ് ആയുർവേദ ആശുപത്രിയിലും കോട്ടയത്തും ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചു. ഈരാറ്റുപേട്ടയിലെ തണൽ സഹായ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച പരിചരണവും ചികിത്സയും കൊണ്ട് ഒരു കാലിന് കുറേയൊക്കെ ബലം ലഭിച്ചു. ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തിയാൽ ഇരുകാലുകൾക്കും ബലം ലഭിക്കുമെന്നും തനിക്ക് നടക്കാൻ കഴിയുമെന്നും ബിജു പറയുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ പറമ്പിൽ മരത്തെ കയറി എൺപത് അടിച്ച അന്നേരം മരത്തിൽ നിന്ന് വീണ് ഒരു വർഷമായി. ഇപ്പം വീണ് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. ഇപ്പം ആദ്യം കാരിത്താസിൽ പോയി, അവിടെ ചികിത്സ കഴിഞ്ഞ് പിന്നെ തണലിപ്പോൾ ഒരു 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തു. അത് 3 മാസം അവിടെ അനുവദിക്കുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പാറാമാവി വന്ന് 3 മാസം അഡ്മിറ്റായി അവിടെയും ചികിത്സ കഴിഞ്ഞ്. എന്നിട്ട് സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ ഇതായി വീട്ടിൽ വന്ന് ഇപ്പം 6 മാസമായിട്ട് ചികിത്സയൊന്നുമില്ല. ഇനി എവിടെയെങ്കിലും ഒന്ന് പോകണം. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നാട്ടുകാർ സഹായിച്ചു. ഇങ്ങനെ അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടെ വിഷമിച്ച് ഇങ്ങനെ വീട്ടിൽ ഇപ്പോൾ 6 മാസമായിട്ട് ചികിത്സയില്ലാതെ വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ദൈനംദിന ജീവിത ചെലവിന് പോലും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. ബിജുവിനൊപ്പം മാതാവ് മാത്രമാണ് ഈ കുടുംബത്തിൽ ഉള്ളത്. ബിജുവിൻ്റെ ഇളയ സഹോദരൻ മുൻപ് മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം പിതാവ് ജോണിയും മരണമടഞ്ഞു. മകൻ തനിച്ചായതിനാൽ മാതാവിന് തൊഴിലുറപ്പ് ജോലികൾക്ക് പോലും പോകുവാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. മറ്റാരും ആശ്രയമില്ലാത്ത ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഈ യുവാവ് സുഖം പ്രാപിച്ചേ മതിയാവൂ. 3 ലക്ഷത്തോളം രൂപയുണ്ടായാൽ മാത്രമേ ബിജുവിൻ്റെ ചികിത്സ പൂർത്തിയാക്കുവാനാകൂ. ബിജുവിന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊതുസമൂഹത്തിൻ്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കേരള ബാങ്കിൻ്റെ ബദൽ ശാഖയിൽ ബിജുവിൻ്റെ പേരിൽ ഒരു SB അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി ഓരോരുത്തരും കഴിവുള്ള സഹായങ്ങൾ ചെയ്യണമെന്നാണ് ഈ യുവാവിൻ്റെ ആവശ്യം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.